ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം? ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മക്കളെ രാവിലെ എണീച്ച ഭയങ്കര ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എല്ലാം പൊറാട്ടയും പത്തിരിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. അങ്ങനെ കുക്കറിൽ കഞ്ഞി വെച്ചിട്ടോ. കഞ്ഞി വെക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അമ്മക്ക് രാവിലെ കഞ്ഞിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. 10 മണിയായ കഞ്ഞി പണ്ടത്തെ പോലത്തെ മാതിരി നാടൻ വിഭവമാണ് കേട്ടോ വീട്ടിൽ വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കഞ്ഞി കാണുമ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ വന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കഞ്ഞിയും കുരുമുളക് ഇട്ടിട്ട് മുട്ട വറുത്തതുണ്ടായിരുന്നു, അതും അച്ചാറൊക്കെ കൂട്ടി കുറച്ച് കഞ്ഞി കുടിച്ച് നേരെ എനിക്ക് ബാങ്കിലോട്ട് പോകണം കേട്ടോ. ഡിസംബർ 30 ആയാൽ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ് കേട്ടോ. കാരണം ബാങ്കിൽ പോയി എല്ലാതും പുതുക്കേണ്ട ടൈമാണ് കേട്ടോ. വർഷം ഇത് പുതുക്കി ഇതൊക്കെ പാടെ ശരിയാകുന്നു ഒരു ലെവലും ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ ആ കമ്പ്യൂട്ടർ എന്തോ കേട് വന്നു കേട്ടോ. കേട് വന്നതും അപ്പോഴും എൻ്റെ കഷ്ടകാലം നോക്കാം. അവിടെ ചെന്നപ്പോഴും എൻ്റെ കഷ്ടകാലം എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടുന്ന് എല്ലാം ശരിയാക്കി ഞങ്ങൾ പോവാണ് കേട്ടോ. പോണ വഴിയിലൊരു കടയിൽ കയറി കേട്ടോ. സ്വത്തും എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ കയറി അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടാണ് പോയിട്ട് അങ്ങനെ സുബൈക്കണിച്ച് കോയിനെ പിടിച്ചിട്ട് നല്ലൊരു നാടൻ ചെവിലുണ്ടായിരുന്നു. അതിനെ പിടിച്ച് അറുത്തുങ്ങാണ്ട് അതിനെ കൊണ്ട് നല്ലോണം കുരുമുളക് ഇട്ടിട്ടൊരു വെക്കലില്ലേ പണ്ടത്തെ സ്റ്റൈല്, അതുപോലെ അതും വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടിയതും പയറുപ്പേരും മോരുകറിയും പപ്പടവും അങ്ങനെ ഫുഡ് കൊടുത്തു. പക്ഷേ ഈ ഫുഡൊന്നും അമ്മക്ക് ഇഷ്ടമല്ല. അമ്മമ്മക്ക് അൽഫാം അത്ര ഇഷ്ടം. റബ്ബേ എൻ്റെ പൊന്നമ്മമ്മ ആണ് മക്കളെ. അലിഞ്ഞോളും ഇങ്ങോട്ട് വരിക കേട്ടോ. ഞാൻ വന്ന ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ അടിക്കും. അതാണ് വല്യമ്മക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ വല്യമ്മയും ഞങ്ങളും നാടൻ വിഭവങ്ങളും അടിച്ച് പൊളിച്ച് കഴിച്ച് അങ്ങനെ ഈവനിങ്ങിൽ നല്ല കപ്പയും നല്ല വേവുള്ള കപ്പയും അതിമൊക്കെ ബീഫുണ്ടായിരുന്നു. അതും ഒരു കട്ടനൊക്കെ അടിച്ച് അങ്ങനെ അതും നാടൻ വിഭവം കട്ടനും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അമ്മമാനോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പഴയ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മമാൻ്റെ കൂടെ ജീവിക്കാൻ നല്ല രസമാണ് കേട്ടോ. പഴയ ഒരു ലൈഫാണ്, എൻജോയ്മെൻറ്റുള്ള ലൈഫാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് നല്ല 2024 അവസാനത്തെ ദിവസം ഹാപ്പി ആയിട്ടുള്ള ഫുഡും പ്രത്യേകിച്ച് അമ്മമാൻ്റെ കൂടെയുള്ള ലൈഫ് ഒരു ദിവസമാണെങ്കിലും അത് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളുമാണ് കേട്ടോ. നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് രാത്രിക്ക് ബിരിയാണി വെച്ചിട്ടോ. ബിരിയാണി വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇമ്മമ്മ ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഇവിടെ വരും കേട്ടോ. അങ്ങനെ നല്ല ബഹളവും കാര്യങ്ങളും എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്താണ് എൻ്റെ ഫോൺ ഓണായത് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് അപ്പോഴേക്കും വിരുന്നുകാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയി. അങ്ങനെ ഞാനും ഫുഡ് അടിച്ചു. അങ്ങനെ 2024 അടിപൊളിയായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.